ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. അപ്പൊ അർജുന മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുന മാഷിനെ കൂടെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അർജുന മാഷ് വളരെ സോഫ്റ്റ് ആയിട്ട് പാട്ടുകാരെ അല്ലെങ്കിൽ മ്യൂസീഷ്യന്മാരെ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ ഒരു തലവും ആർട്ടിസ്റ്റുകളെ പ്രഷറൈസ് ചെയ്യുന്നില്ല. വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രിയൊരുങ്ങി. ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരുപാട് നല്ല 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 പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു തന്ന OU ബഷീർക്കയാണ്. നമുക്ക് ബഷീർക്കിനെ MC ഡിജിറ്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ബഷീർക്ക. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല പുതിയ സംഗീത വിശേഷങ്ങളാണോ അല്ലെങ്കിൽ പേഴ്സണൽ വിശേഷം? അല്ല, സംഗീത വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് പേഴ്സണൽ വിശേഷങ്ങളിലോട്ട് വരാം. സംഗീതം ആസ് യൂഷ്വൽ ഒരു ഓളത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കാര്യങ്ങളും വർക്കുകളും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ബഷീർക്ക് എനിക്ക് തോന്നുന്നു more than 20 years ആയിട്ടുണ്ടാവും ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അതിൽ മേലെയെന്ന് വേണമെങ്കിൽ പറയാം. 20 വർഷത്തിന് കൂടുതലായി. എങ്ങനെയുണ്ടാ ഒരു മ്യൂസിക്കൽ ജേണി ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? ബഷീർക്കയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരുപാട് ഒരുപാട് ലെജൻസിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും അങ്ങനെ ഒരുപാട് ഇപ്പോൾ പുതിയ ആൾക്കാരുടെ കൂടെയാണെങ്കിലും ഉണ്ടാവുമല്ലോ പറയാൻ വേണ്ടിയിട്ട്. ലെജൻസ് എന്ന് പറയുമ്പോൾ അർജുന മാഷ് നാടകത്തിലൊക്കെ കുറെ പാടിയിട്ടുണ്ട്. പിന്നെ ജോൺസൺ സാറ്, ജെറി മാഷ്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാറ്, കൈതപ്പുറം വിശ്വനാഥ്, അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റുക. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണത്. 20 കൊല്ലം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു കാലയളവല്ല. സംഗീതത്തിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു അനലോഗ് സെറ്റപ്പിലുള്ള റെക്കോർഡിങ്ങിന്റെ സമയത്താണ് ഞാൻ എൻട്രി ആവുന്നത്. പണ്ട് ഒരു 2 ട്രാക്കിലൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് അത് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ADAT-ലേക്കും അത് ഇപ്പോഴത്തെ ഡിജിറ്റലിലേക്കും ഒക്കെ മാറുന്ന കാലയളവ് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഈ സംഗീതത്തോടുള്ള താല്പര്യം ഇക്കാക്കി വന്നത്? വീട്ടിലാരെങ്കിലും പാട്ട് പാടും? എല്ലാവരും പാടും. എൻ്റെ മൂത്ത ബ്രദർ നന്നായിട്ട് പാടുന്ന ആളാണ്. പിന്നെ അവരൊക്കെ വളർന്നു വന്നൊരു സാഹചര്യം പാട്ടിൻ്റെ നിലയിലേക്ക് വളർന്നു വരാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അന്നത്തെ ഒരു കാലം. അപ്പോൾ അവർക്ക് പറ്റാത്തത് അവരെന്നിലൂടെ സാധിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കർണാട്ടിക് മ്യൂസിക് ആണ്. ഞാൻ RLV പഠിച്ചു. RLV സ്റ്റുഡൻ്റ് ആണ്. ശരി. അത് ചെറുപ്പം മുതലേ എത്ര വയസ്സ് മുതൽക്കാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത് കർണാട്ടിക്? ഞാനൊരു 5ാം ക്ലാസ് തുടങ്ങിയിട്ട് പഠിച്ചു തുടങ്ങി. അന്ന് എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്നത് എൻ്റെ സ്വദേശം കെടാമംഗലം എന്ന് പറഞ്ഞ സ്ഥലം, നോർത്ത് പറവൂര് അതാണ് സ്ഥലം. അതിലോട്ട് വരാം. അവിടെ കുറേ സുവിശേഷതകളുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാം. അന്ന് ഈ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു നാടക നടനുണ്ടായിരുന്നു, VT അരവിന്ദാക്ഷമേനോൻ. അതായത് നാടകനിലയില്ലേ, അതായത് ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്ന ഒരു തിയേറ്റർ സെറ്റപ്പുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ ടെലികാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും കൊടുങ്ങല്ലൂർ ഭാഗത്ത് നാടകനിലയത്തിന്റെ കലാനിലയം രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൽ പ്രധാന നടനായിരുന്നു അദ്ദേഹം നല്ല നടനാണ്, നന്നായിട്ട് പാടും. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സരസമ്മ ടീച്ചറാണ് ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ചത്. അപ്പം നമ്മൾ കാണുന്നതും ഇടപഴകുന്നതും ഏറ്റവും ലെജൻഡായിട്ട് 2 പേരുടെ മുന്നിലാണ് ആദ്യം തന്നെ. 2 പേര് എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സാറും പഠിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ കോമ്പറ്റീഷൻസിലൊക്കെ അന്ന് പങ്കെടുക്കുക. അതാണ് നമുക്ക് ആയുള്ളത് എന്ന് പറഞ്ഞൊരു വേദി എന്ന് പറയുന്നത് മത്സര വേദികളാണ്.
അപ്പോൾ ലളിതഗാന മത്സരങ്ങൾ അങ്ങനെയുള്ളതിലാണ് പാടി അയ്യവൻ പാടുന്നുണ്ടല്ലോ എന്ന് ടീച്ചറാണ് കണ്ടുപിടിച്ചത്. അല്ല, ടീച്ചർ അല്ല, അത് ഞാൻ പറവൂരേക്കാണ് പോയി പഠിച്ചതെങ്കിലും എൻ്റെ സ്വദേശം കിടാമംഗലമാണ്. ഞാൻ ഏഴിക്കര സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ ടീച്ചർമാരും ഒരു കാർത്തിയാനി ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു രഞ്ജിതൻ ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു പ്രേമ ടീച്ചർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മുടെ സംഗീത അഭിരുചികളൊക്കെ കണ്ടെത്തിയ ആൾക്കാരാണ്. ഇപ്പോഴും ടീച്ചേഴ്സിന്റെ ഒക്കെ പേരുകൾ പോലും എന്താ പറയാ നല്ല ഓർമ്മ. തീർച്ചയായിട്ടും അവർ പഠിപ്പിച്ചിരുന്ന പാട്ടുകൾ വരെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശരി, അങ്ങനെ ഓർമ്മയുള്ളൊരു പാട്ടെന്ന് ടീച്ചർ കാർത്തിയാൻ ടീച്ചർ പഠിപ്പിച്ചിരുന്നൊരു പാട്ടുണ്ട്. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ ആടിയ ദിവ്യാനുരാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപരയുഗ സന്ധ്യയിൽ. എനിക്കോട് അന്നത്തെ കാലത്ത് റേഡിയോയിലൂടെ കേട്ട് പരിചയമുള്ള പാട്ടുകളായിരുന്നിരിക്കണത്. അങ്ങനെ ടീച്ചർ കേട്ടിട്ട് ടീച്ചർ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ പാട്ട്. അത് ഏതെങ്കിലും സ്റ്റേജിൽ പാടിയിട്ടുണ്ട്? പിന്നെ കുറെ വേദികളിൽ പാടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചത് പറവൂര് കേസരി കോളേജിലായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ള മെമ്മോറിയൽ കോളേജ്, അതായത് മാടവനപ്പറമ്പ്, അതായത് കേസരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആ കോളേജിന്റെ കോമ്പൗണ്ടിലാണ്, മാടവനപ്പറമ്പ്. അവിടെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞത്. പിന്നെ അവിടെ നേരെ തൃപ്പൂണിത്തുറ സംഗീത അക്കാഡമിയിലേക്ക് പോയി. സംഗീതത്തിൽ അവിടെ നിന്നാണോ ഡിവോഷണൽ സോങ്സ് ഒക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഡിവോഷണൽ സോങ്സ് പാടാൻ തുടങ്ങിയതൊക്കെ? ഡിവോഷനിൽ പാടുന്നത് ഏതാണ്ട് ആ കോളേജിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി സജീവമായിട്ട് ഉണ്ട്. ഗാനമേളകളും ഉണ്ട്. ഗാനമേളയിൽ എനിക്ക് തോന്നുന്നത് അന്നത്തെ ഫേമസ് ട്രൂപ്പായിട്ടുള്ള കൊച്ചിൻ സാക്സ് എന്നുള്ള ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. സെഞ്ചുറി, ഓസ്കാർ, കോറസ്, ബീറ്റേഴ്സ്, മെലഡീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേണി ഇഗ്നേഷ്യസ്മാരിലെ ബേണിച്ചേട്ടൻ ലീഡ് ചെയ്യുന്നൊരു ട്രൂപ്പാണ്. അന്ന് പാടുന്ന സമയത്ത് കൂടെ ലെജൻസും അവരുടെ കൂടെ ഒക്കെ പാടാനുള്ള ആ സമയത്ത് ഞാൻ പാടുന്ന സമയത്ത് കല്ലറ ഗോപൻ ചേട്ടൻ വന്ന് പാടിയത് എനിക്ക് ബിജു നാരായണൻ പാടുന്ന ഓർമ്മയുണ്ട്. അവർക്കൊന്നും അപ്കമിങ് ആയിട്ട് വരണ ഒരു സമയം, അവരൊക്കെ എസ്റ്റാബ്ലിഷ് ആയ സമയമാണ്. അങ്ങനെ പിന്നെ അവരുടെ തിരക്കുകളൊക്കെ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തേക്ക് ഒരു പുതിയ ഗായകൻ അവരോധിക്കപ്പെടേണ്ട ഒരു ആവശ്യകത ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ വന്ന് അവിടെ ജോയിന്റ് ആയതാണ്. ഇപ്പൊ ഗാനമേള പറഞ്ഞല്ലോ, ഇപ്പൊ ഏതെങ്കിലും ഗാനമേള സമയത്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകള്? ഒരുപാട് ഗാനമേളകൾ പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഗാനമേള എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടാണല്ലോ നമുക്ക് ഓഡിയൻസ് റിയാക്ഷൻ കിട്ടണത്. അപ്പോൾ ആ സമയത്ത് ഇപ്പം ചിലപ്പോൾ ചില നേരങ്ങളിൽ വള്ളികളൊക്കെ വീഴാനുള്ള ചാൻസുകളൊക്കെ വളരെ ഇഷ്ടം പോലെ കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്? ഈ പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? പിന്നെ ആ പാട്ട് തുടങ്ങുന്നൊരു സമയമാണ്. അപ്പോൾ ആ പാട്ടുകാരൻ ഓൺ ബീറ്റിൽ പാടണം. 1 2 3 4 പൂ കുങ്കുമപ്പൂ അങ്ങനെയാണ് പാടേണ്ടത്. ഇപ്പോൾ ഒരു പാട്ടുകാരൻ ആദ്യമായിട്ട് പാടുന്നതിൻ്റെ ഒരു അങ്കലാപ്പ്, 2 ഇതെങ്ങനെ ഇരിക്കും എന്നുള്ള ടെൻഷൻ, ഇത് പുതിയ പാട്ടായതുകൊണ്ട് ഓഡിയൻസ് എടുക്കുമോ എന്നുള്ള പ്രഷർ വേറെ, ഇത് ഫസ്റ്റായിട്ട് റെൻഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ വേറെ. അപ്പോൾ മൊത്തത്തിൽ എല്ലാ പ്രഷറും കൂടി ഈ പാട്ടുകാരനിൽ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത്രയും തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ 3 4 വന്നപ്പോൾ കൂ പുങ്കുമക്കൂ എന്നായിപ്പോയി. അതായത് അക്ഷരങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റെ ഓർഡർ തെറ്റിയെന്നുള്ളൂ. തെറ്റിച്ച് പാടാൻ പോലും നമുക്ക് പറ്റില്ല. ഒന്ന് പാടി നോക്കിയേ, ഞാൻ ഈ പറഞ്ഞത് പറ്റില്ല. കൂ പുങ്കുമക്കൂ അതാ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പാട്ട് പാടി മാറിപ്പോയതും പാട്ട് ഹമ്മിങ് തിരിഞ്ഞു പോയതൊക്കെ കേട്ടിട്ടുണ്ട് കുറേ. നമുക്കങ്ങനെ അധികം അനുഭവം നക്ഷത്ര ലക്ഷ്യമാക്കൂ എന്നൊക്കെ പാടിയിട്ടില്ല. അത് പാടി വരും അക്ഷരങ്ങൾ വ്യക്തമാവാതെ. അതെ, നമുക്ക് ആ വൈബ് കൊടുത്താൽ മതിയല്ലോ അവർക്ക്. പ്രത്യേകിച്ച് കോളേജസിലൊക്കെ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന്റെ റിയാക്ഷൻ ഓൺ ദ സ്പോട്ടിലൊക്കെ കിട്ടാൻ പോകും. അതവർ അവിടെ വെച്ചും തരും, വീട്ടിൽ കുറച്ച് പൊതിഞ്ഞ് വീട്ടിലേക്കും തരും കൊണ്ടുപോകാൻ. അങ്ങനെ വല്ല അനുഭവങ്ങൾ? കോളേജ് പിന്നെ ഒരു ഹരമാണല്ലോ. കോളേജ് എന്ന് പറയുമ്പോൾ ഒരു അവിടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വൈബ്. റഹ്മാൻ തരംഗം,
നിവിൻ പോളി തരംഗം എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ഇപ്പൊ പാട്ടുകൾ എന്താണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ 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 അതെ. ചില കോളേജസിലൊക്കെ നമ്മൾ അവരുടെ എന്താ പറയുക, കുട്ടികളുടെ ആ ഒരു റെസ്പോൺസ് കാണുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ അവർ പേടിപ്പിച്ചും അല്ലേ, നോക്കി നോട്ടം കൊണ്ട് അടക്കം നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള. ഇപ്പൊ പിന്നെ ഗാനമേളകളില്ലല്ലേ, ഇപ്പൊ ഷോ അല്ലേ, ഷോസ് ആണല്ല. ചേട്ടൻ ഇപ്പം അബ്രോഡിലൊക്കെ ഷോസ് കുറച്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ദുബായ് സ്ഥലത്തേക്കാണ് പോയിക്കുന്നത്. അവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ പറയണ അവർ തരണ പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട്? ആ കാലഘട്ടത്തിൽ പ്രശസ്തമായിട്ടുള്ള പാട്ടുകൾ പാടും. പിന്നെ ഈ എൻ്റെ പേര് ഒരുപാട് കൺഫ്യൂസ് ചെയ്ത ഒരു പേരാണ് ഈ ബഷീർ എന്നുള്ള പേര് ആയതുകൊണ്ട് മാപ്പിളപ്പാട്ടുകൾ കൂടുതൽ അറിയാമെന്നൊരു തെറ്റിദ്ധാരണയുണ്ട് പുറത്ത്. മനസ്സിലായി. ഞാൻ വളർന്ന സാഹചര്യവും ഞാൻ ഇടപെടുന്ന ഏരിയയുടെ പ്രത്യേകതയും കൊണ്ട് എനിക്കധികം മാപ്പിളപ്പാട്ടുകളൊന്നും അറിയില്ല. അല്ല, അത് പറയുമ്പോഴാണ് നമുക്ക് റിയാലിറ്റി ഷോയിലും ചേട്ടൻ അതെ 2010 അതും ഈ പറഞ്ഞ പോലെ ഒരു സംഗീതപമകരി, ഒരു കരയാനും പറയാനും മനം തുറന്നിരക്ക, അങ്ങനെ 2 പാട്ട് എനിക്ക് അറിയുള്ളൂ. പക്ഷെ അതെനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ അവിടെ ചെന്നതിന് ശേഷം മാപ്പിളപ്പാട്ടിൽ ഇത്ര അധികം വെറൈറ്റീസ് ഉണ്ടെന്നും ഇത്രയധികം കാറ്റഗറീസ് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയത് ആ മത്സരത്തിന് വന്നപ്പോഴാണ്. ഇത്രയധികം വെറൈറ്റീസ് ഉള്ള ഒരു സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട് എന്നുള്ളത് ഒരു തിരിച്ചറിവായിരുന്നു. പിന്നെ കുറച്ചാൾ ഞാൻ 2010 മത്സരത്തിന് ശേഷം ഏതാണ്ട് 2024 ലാസ്റ്റ് വരെ പകുതി വരെ ഇപ്പൊ ഞാനൊരു 11 സീസണോളം അവിടെ ഗ്രൂമറായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കൂടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത് പാടിപ്പിച്ച് അവരുടെ അടുത്തുനിന്നും കുറെ ടിപ്സ് നമുക്കും അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ. പിന്നെ നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മളൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ എറണാകുളത്ത് നിന്നിട്ടാണ്. എറണാകുളത്ത് നിന്ന് മാപ്പിളപ്പാട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്വദേശം കോഴിക്കോടല്ലേ? അല്ല, പാലക്കാട്. ഓക്കെ, പാലക്കാടും കോഴിക്കോടൊക്കെ മാപ്പിളപ്പാട്ടിന് ഒരുപാട് ആരാധകരുള്ള സ്ഥലമാണ്. ഒരുപാട് ലെജൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ബാപ്പു വെള്ളിപ്പറമ്പ്, കോഴിക്കോട് അബൂബക്കർ, അബൂട്ടി മാഷ്, അപ്പോൾ ഫൈസൽ ലൈറ്റിൽ, അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനും അവരൊക്കെ പാടാനും ഒക്കെ സാധിച്ചിരുന്നു. അതെ, അവരുടെ കൂടെയുള്ള ഒരു അനുഭവം ഭയങ്കര, പിന്നെ ഒരുപാട് മറക്കാനാവാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ? ഇതിപ്പോ ചേട്ടൻ അല്ല സോറി സാരമില്ല പറഞ്ഞു ഇക്ക പറഞ്ഞല്ലോ ഇപ്പം മാപ്പിളപ്പാട്ട് അധികം അറിയില്ല എന്ന്, എന്നിട്ടാണ് റിയാലിറ്റി ഷോയിലേക്ക് പോയതെന്ന്. അപ്പൊ ആ റിയാലിറ്റി ഷോയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അത് നമ്മൾ കൈരളി ചാനലിന്റെ പേര് പറഞ്ഞില്ല. കൈരളി ചാനലിലാണ് ആ മാപ്പിളപ്പാട്ടിന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ വരുന്നത്. അത് കേരളത്തിലെ ഒരു 18 പ്രൊഫഷണൽ സിംഗേഴ്സിനെ വെച്ചിട്ടായിരുന്നു അത് പ്ലാൻ ചെയ്തത്. അതൊരിക്കലും ഒരു മത്സരത്തിന്റെ ഒരു രീതിയിലായിരുന്നില്ല. ആ സമയത്ത് മത്സരത്തിന്റെ ഒരു സൗഹൃദ ഒരു സൗഹൃദ സംഗീത പ്രദർശനം പോലെ അങ്ങനെയായിരുന്നു. പിന്നീട് അതിന്റെ സ്വഭാവത്തിൽ മത്സരമാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള പാട്ടുകാരായിരുന്നു ഗാനമേള പാട്ടുകാർ. മിക്കവരും അതിൽ നിന്ന് മാറി എന്നുള്ളതാണ്. എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് ഇപ്പൊ ഈ ഒരു മത്സരത്തിൽ തോറ്റുപോകും എന്നുള്ളൊരു ടെൻഷൻ ഉള്ളത് കൊണ്ടൊക്കെ പലരും മാറി. അപ്പോൾ നമ്മളന്ന് ആരും തിരിച്ചറിയാത്തൊരു സമയമാണ്. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് മുൻപിൻ നോക്കാനില്ലാത്തത് കൊണ്ട് നിന്നു എന്നുള്ളതാണ്. ഇനി പിന്നെ മത്സരങ്ങളുടെ ഒരു സമയം, അതായത് റിയാലിറ്റി ഷോയുടെ ഒരു മത്സരത്തിന്റെ ഏതാണ്ട് അവസാന പാദം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ടി വിയിൽ ഒരു മത്സരം, ഒരു റിയാലിറ്റി ഷോയുടെ മത്സരം കണ്ട് അവസാനത്തെ സമയത്തൊക്കെ ആയപ്പോഴാണ് പട്ടുറുമാല് വരുന്നത്. അതിൻ്റെ അകത്തൊരു പുതുമുള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇഷ്ടംപോലെ പിന്നെ അങ്ങോട്ട് കോമ്പറ്റീഷന്റെ ഒരു കാലഘട്ടം തന്നെയാണല്ലോ. അതിൽ എന്താ പറയാ, അതിനെ കുറിച്ച് എന്താ പറയുള്ളത്? ഇപ്പൊ അത് മത്സരം നല്ലതാണോ? ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം ഞാൻ പറയണത്. ഇപ്പം ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ ചെറിയ കണ്ടസ്റ്റൻസ്, ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ റിയാലിറ്റി ഷോയില് പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഇക്കാന്റെ അഭിപ്രായം എന്താണ്? ഈ കാലം മാറുന്നതിനനുസരിച്ചിട്ടുള്ള മാറ്റാണ്. വിഷ്വൽ മീഡിയ ഞാൻ ആദ്യം പറഞ്ഞില്ല, ലളിതഗാന മത്സരങ്ങൾക്ക് പാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാലത്ത് നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അല്ലെങ്കിൽ ഒരു ഓണാഘോഷ പരിപാടിയുടെ സ്റ്റേജാണ്. അങ്ങനെ ആ നാടുകളിൽ പാടി വരുന്ന ഒരു പാട്ടുകാരന്റെ പോപ്പുലാരിറ്റിയെ നമുക്കുള്ളൂ. ഇപ്പോഴങ്ങനെയില്ല. പാട്ട് കാണാൻ മാത്രമല്ല, കേൾക്കാൻ മാത്രമല്ല, കാണാനും കൂടിയാണ് ഇപ്പോൾ.
അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റിയുടെ ഫേസ് പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ആവും. അപ്പോൾ അവസരങ്ങൾ ആ കാലത്തിനേക്കാൾ കൂടുതൽ ഇപ്പം ഉണ്ട് എന്നുള്ളത് സോഷ്യൽ റിയാലിറ്റി മീഡിയയിലൊക്കെ. ഷോയിൽ പങ്കെടുത്താലും നമുക്കിപ്പോൾ ഫസ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും സെക്കൻഡ് തേർഡ് ആണെങ്കിലും അവിടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ മുഖപരിചയം, ഇയാൾ ഇന്ന സ്ഥലത്താണ്, ഇയാളെ നല്ല പരിചയം ഉണ്ടല്ലോ നമ്മൾ കണ്ടു പറയുമ്പോൾ അത് ടി വിയിൽ വന്നതിൻ്റെ അതിനെനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ റേഡിയോയിലൊക്കെ പണ്ട് ആകാശവാണിയിലൊക്കെ നമുക്ക് ആ വോയിസ് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അത് ആ സാധ്യതയിൽ നിന്നൊക്കെ ടി വി നമ്മൾ ഒരുപാട് മാറ്റിക്കളഞ്ഞു. ഇപ്പൊ പറഞ്ഞ പോലെ റേഡിയോയുടെ ഒരു സമയം, റേഡിയോയിൽ നമുക്ക് ചിരപരിചിതരായിട്ടുള്ള ഇഷ്ടംപോലെ ശബ്ദക്കാരുണ്ട്. രാമചന്ദ്രൻ സാറ് ഈ കഴിഞ്ഞിടക്കാണ്, അദ്ദേഹത്തിന് പ്രണാമം. അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ കണ്ടത് മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അല്ലേ? സത്യം. ടി പി രാധാമണി ഏറ്റവും വലിയ ശബ്ദതാരമായിരുന്നു. നമ്മൾ ആ ശബ്ദത്തിലൂടെ മാത്രം കണ്ടില്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ മനസ്സിലാക്കി എടുക്കാൻ അവരുടെ പോപ്പുലാരിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാണുക, പിന്നെ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തേണ്ടവനാണ് കലാകാരൻ. അവസരങ്ങളാണ് പ്രധാനം. അവസരങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് അതിൽ കയറി കൊളുത്തി പിടിച്ചിട്ട് കയറി പോകണം. അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാവില്ല എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവന് കലാകാരനാണെങ്കിലോ അവന് അവസരം കിട്ടിയിരിക്കണം. ഒരു കലാകാരൻ്റെ ജീവിതം അവസാനിച്ച് കഴിയുമ്പോഴായിരിക്കുള്ളൂ അയ്യോ എത്ര നല്ല വലിയ മനുഷ്യനായിരുന്നു, ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന കൊടുത്തില്ല, വലിയ നിലയിലെത്തേണ്ട ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് മരിച്ചു കഴിയുമ്പോഴേ പറയുള്ളൂ. ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ അർഹിക്കുന്ന അംഗീകാരങ്ങളോ അവസരങ്ങളോ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അല്ലേ, പിന്നെ ഒരുപാട് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമാണ്. അവരെ മുന്നോട്ട് ജീവിതം കരുപ്പിടിപ്പിക്കാനും പുതിയ അവസരങ്ങൾ ഉണ്ടാക്കാനും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ആർക്ക് വേണമെങ്കിലും ഫേമസും ആവും ചെയ്യാം. അങ്ങനെയുണ്ട്. രണ്ട് പ്രസിദ്ധ മുമ്പിൽ സൂയും കൂയും ഉണ്ട്. രണ്ട് തരത്തിൽ പ്രശസ്തരാവാം, സുപ്രസിദ്ധവും അങ്ങനെയുണ്ട്. അതെ. ചേട്ടന്റെ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ ആദ്യം പാടുന്ന പാട്ട് കുട്ടിശ്രാങ്ക് പാടിയിട്ടുണ്ട്. അതിന് ഏറ്റവും ആദ്യം ഞാൻ പാടുന്നത് മിനുക്കം എന്ന് പറയുന്ന സിനിമയാണ്. മിനുക്കം ഗിരീഷേട്ടന്റെ വരികൾ, അബൂട്ടി മാഷിന്റെ മ്യൂസിക്കായിട്ട് അങ്ങനെ പാട്ടാണ് ആദ്യം. അത് ഇറങ്ങിയില്ല പാട്ട്. അതിനുശേഷമാണ് ഞാൻ കിസാൻ പാടുന്നത്. മണിച്ചേട്ടന്റെ പാട്ട്. ഇങ്ങനെ മണിച്ചേട്ടന്റെ കൂടെ, മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ നല്ലൊരു സുഹൃത്ത്. പിന്നെ തീർച്ചയായിട്ടും അതെ അതിലെ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? മണിച്ചേട്ടന്റെ കൂടെയുള്ള എന്തെങ്കിലും മറക്കാനാവാത്ത? മണിച്ചേട്ടൻ ഒരു ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. ഈ ഹൃദയവികാരങ്ങളെ സ്ഫുടം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനസ്സിൽ തോന്നിയത് പറയുകയും മനസ്സിൽ തോന്നിയ വികാരങ്ങൾ കണ്ണുകളിൽ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരു സങ്കടമൊക്കെ കണ്ടാൽ പെട്ടെന്ന് കരയാനും, അല്ലെങ്കിൽ സന്തോഷം വന്നാൽ പെട്ടെന്ന് പൊട്ടിച്ചിരിക്കാനും, അങ്ങനത്തെ ഒരു പച്ച മനുഷ്യനായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചേട്ടാന്ന് എന്നെ ഇക്കാന്നാണ് വിളിക്കുന്നത് കേട്ടാ. അങ്ങനെ വിളിക്കുന്ന രണ്ടുപേര്, ഒന്ന് ജാസി ചേട്ടൻ അങ്ങനെ വിളിക്കുള്ളൂ, അത് വേറെ, അങ്ങനത്തെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഇത് എൻജോയ് ചെയ്യണം എപ്പോഴാണെന്ന് ചോദിച്ചു ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറത്ത് കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഒരു 1.5 മാസമൊക്കെ പോയി വർക്ക് ചെയ്തിട്ട് അടിയും ഇടിയും തൊഴിയും അവിടുത്തെ സ്റ്റണ്ടും ഫൈറ്റൊക്കെ അങ്ങനെയാണല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് സ്വന്തം നാടായിട്ടുള്ള ചാലക്കുടിയിൽ വരും. ചാലക്കുടിയിൽ വന്നിട്ട് എൻ്റെ ഒരു ബൈക്ക് എടുത്തിട്ട് നമ്മുടെ സിൽബന്തികളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി അവിടുത്തെ ഒരു തട്ടുകടയുണ്ട്. ആ തട്ടുകടയിൽ ഒരു വലിയൊരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഇങ്ങനെ കാല് അപ്പുറം ഇപ്പുറം വെച്ചിട്ട് 2 ഓംലെറ്റും വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാലക്കുടി ടൗണിൻ്റെ അവിടെ ഒരു ബ്ലോക്ക് വരും. വാഹനങ്ങളൊന്നും ഇങ്ങനെ ബ്ലോക്കാവും. ആ ബ്ലോക്കിൽ കിടക്കുന്ന അന്യസംസ്ഥാന വിനോദയാത്രികരിൽ കുറേ പേര് അവരുടെ നാട്ടിൽ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിലെ വില്ലനോ നായകനായിട്ടൊരു മനുഷ്യനായിട്ട് എന്നാണ് ആ ഓംലെറ്റ് കഴിക്കുന്നത്. മനസ്സിലായ? അതാണ് അവർ നോക്കി ഒരു പ്രാവശ്യം നോക്കിയിട്ട് പിന്നത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബസ് കിലുക്കിക്കൊണ്ടുള്ള എക്സ്പ്രഷനാണ്. അത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ടെന്ന്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരിൽ പറയണത്. അത് കരുതിക്കൂട്ടി ആസ്വദിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്ന അങ്ങനെ ഓംലെറ്റ് കഴിക്കാറുണ്ട്. പച്ച മനുഷ്യനാണ്.
ആ പടത്തിൽ ചേട്ടൻ ഇക്ക അഭിനയിച്ചിട്ടും അല്ലേ? ഞാനത് ട്രാക്ക് പാടിയതാണ് ആ ഒരു പാട്ട്. ആദിച്ചമ്പട എന്നാണ് ആ പാട്ട് തുടങ്ങണേ. ജോൺസൺ മാസ്റ്ററാണ് അതിൻ്റെ സംഗീത സംവിധായകൻ. അങ്ങനെ അത് ആ ട്രാക്ക് കേട്ടതിന് ശേഷം ആണ് അത് നമുക്ക് സ്ട്രൈറ്റ് ആക്കാം, നന്നായിട്ട് പാടിയിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം പാടിച്ചെന്നെ കൊണ്ട്. എന്നാലും അതൊരു അനുഭവമാണ്. ജോൺസൺ മാഷായിട്ട് കൂടുതൽ അടുത്തിടപഴകാനും ജോൺസൺ മാഷിൻ്റെ രീതികൾ പരിചയപ്പെടാനും ഒക്കെ പറ്റി. അപ്പം ഞാൻ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ സിബി മലയിൽ സാറിന്റെയും പടത്തിൽ കിസാൻ അതിൽ അഭിനയിച്ചു. അത് ഈ പാട്ട് അങ്ങനെ ഉള്ളത്. ഞാനൊരു ആക്ടറൊന്നും അല്ല, പക്ഷെ സംഭവിച്ചു പോകുന്ന ഇഷ്ടമാണ് അല്ലേ? ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമല്ലോ ചില കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഞാനൊരു നടനാണ്. ഒരു നടൻ ഉള്ളിലുണ്ടെന്ന് നമുക്ക് പല ഇന്റർവ്യൂസ് കാണുമ്പോഴും അല്ലെങ്കിൽ ചേട്ടനോട് സംസാരിക്കുമ്പോഴും ഒരു ചേട്ടന്റെ ഉള്ളിൽ ഒരു ഒരു ഹിഡൻ ടാലന്റും കൂടെ ഉണ്ട്. എൻ്റെ 3ാമത്തെ ബ്രദർ, അദ്ദേഹത്തിന്റെ പേര് ഖാലിദ് എന്നാണ്. അദ്ദേഹം ഡ്രാമ ആർട്ടിസ്റ്റാണ്. 2016 സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയാണ് എൻ്റെ 3ാമത്തെ ബ്രദർ. ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്, സജീവമായിട്ടുണ്ട്. സജീവമായിട്ട് അപ്പൊ ഒരു പാരമ്പര്യമുണ്ട്, നടന്റെ ഒരു പാരമ്പര്യം ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ പറയാൻ പറ്റില്ല ചേട്ടനെ ഫ്യൂച്ചറിൽ ഒരു നടനായിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത ഇന്റർവ്യൂല് കാണാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പൊ ഗാനമേളയ്ക്ക് പാടുമ്പോ തന്നെ എനിക്ക് തോന്നുന്നു ആ പാട്ടിന് വേണ്ട കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സുകളടക്കം ചേട്ടൻ അതിൽ എന്താ പറയാ കൊടുക്കാൻ അത് പിന്നെ അതൊരു ശൈലിയായി മാറി. പലപ്പോഴും ചില ഏരിയയിലേക്കൊക്കെ നമുക്ക് പാടിച്ചെത്തിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മുടെ പങ്കപ്പാടും പ്രശ്നങ്ങളും ആയിരിക്കും ആൾക്കാർക്ക് ഡാൻസ് പോലെയൊക്കെ തോന്നുന്നത്. അല്ല, അത് ചില പാട്ടിന് അത് വേണം താനും അല്ലേ? പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പാടുമ്പം അത് ഞാൻ ആദ്യം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഈ പാട്ട് കേൾക്കാൻ മാത്രമല്ല കാണാനും കൂടിയാണെന്നുള്ളൊരു അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പല പാട്ടുകളും നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് പാടി പോകുമ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്തുന്നതും ഡിഫറെന്റ് ആയിരിക്കും. അതിലെന്തെങ്കിലുമൊക്കെ ചെറിയൊരു സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആക്ഷൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒരു വൈബ് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാനിപ്പോ വളരെ നാള് ഞാൻ ഈ ഗാനമേള ഞാൻ എണ്ണം കുറെ എടുത്ത് പറഞ്ഞെങ്കിലും ഗാനമേള ട്രൂപ്പിൽ കലാഭവനിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തും. ഞാൻ കലാഭവനിൽ പാടുന്നത് ഇപ്പോഴാണ്. കലാഭവനിൽ ഇപ്പൊ പ്രോഗ്രാംസിന് പോകുന്നുണ്ട്.